ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്ന രാവിലെ തന്നെ നമ്മുടെ ശ്രുതി ബ്യൂട്ടി പാർലറിൽ ചെന്നപ്പം അവിടെ ഒരു കസ്റ്റമർ വരുവാണ് കേട്ടോ. അപ്പം മാഡം എന്താ വന്നേ, ഫേഷ്യൽ ചെയ്യാനാണോ എന്ന് ചോദിക്കുമ്പം മാഡം പറയുന്നുണ്ട്, അല്ല, ഞാൻ ആൻഡമാനിലായിരുന്നല്ലോ കഴിഞ്ഞ വീക്ക് ഫുള്ള്, അവിടെ ഫുൾ അടിച്ചു പൊളിക്കുമായിരുന്നു, എൻ്റെ മുടിയൊന്ന് ലെവൽ ചെയ്യണം, ഇനി തിരിച്ച് അങ്ങോട്ട് പോകാനുള്ളതല്ലേ, സച്ച് എ നൈസ് പ്ലേസ് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പം ശ്രുതിയും മീരയും കൂടെ അവരുടെ ഹെയർ കട്ടൊക്കെ ചെയ്ത് കൊടുക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങ് വരുന്നത്. ശ്രുതി ഇവരെ കാണുന്നത്, എൻ്റെ പൊന്നെ ഇവരിവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നോർത്ത് ഇങ്ങനെ പകച്ച് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം ശ്രുതി മാറി നിന്ന് കേൾക്കുവാണ്. അപ്പോഴത്തേക്കും ആ മാഡം പറയുന്നുണ്ട്, ശ്രുതി ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു കാർ കമ്പനിയിൽ സെയിൽസ്മാനായിട്ടാണ് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അവന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, വലിയ ലെവലിലൊക്കെ എത്തുന്ന ആളാണ്, അവന് ഭയങ്കര ഒരുപാട് എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പൊക്കി പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ശ്രുതി ഭയങ്കരമായിട്ട് അങ്ങ് പൊങ്ങിപ്പോവുക. എന്നിട്ട് ലാസ്റ്റ് പുള്ളിക്കാർ പറയാം, അന്നേരം അവൻ്റെ വെല്ലുവിളിയും പോക്കും കണ്ടപ്പം ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അവന് വല്ല കമ്പനിയുടെ മാനേജറായിട്ടിരിക്കുവാന്ന്. എന്നിട്ട് ഇവിടെ സെയിൽസ്മാനായിട്ടാണോ കയറിയേക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ചെറുതായിട്ടൊന്ന് കൊള്ളുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ പണ്ടാരം നാറ്റിക്കൂലോ എന്നുള്ള രീതിയിൽ ശ്രുതി വെളിയിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, എങ്കിലും നല്ല ജോബാണ് മാം എന്ന് പറയുമ്പം മാഡം പറയുന്നുണ്ട്, അതെ അതെ, അല്ല എന്നല്ല ഞാൻ പറഞ്ഞേ, നീ ഒരു കാര്യം ചെയ്യുക, നീ ഹണിമൂണൊക്കെ എവിടെയെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി, ട്രിപ്പ് എൻ്റെ വകയായിരിക്കും, ഫുഡും അക്കോമഡേഷനും ഒക്കെ എന്തായാലും നീ പോരാൻ വേണ്ടി റെഡിയായിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് എന്നെ വിളിച്ച് പറയണം എന്നൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി അവിടെ പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് പോവാം. അത് കഴിയുമ്പോൾ മീര ശ്രുതിയോട് പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന ഓർത്ത് നീ ഇരിക്കണ്ട, ഒരു മാസം പോലും തികച്ചൊരിടത്തുനിന്ന് പണി എടുത്ത് സാലറി മേടിക്കാത്തവൻ എങ്ങനെ നിന്നെ കൊണ്ടുപോകണേ, എന്തായാലും പുള്ളിക്കാർ പറഞ്ഞാൽ ഫുഡും അക്കോമഡേഷൻ ഫ്രീ ആണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ടിക്കറ്റും എടുത്തു തരാം, നീ എന്തായാലും പോയിട്ട് വാ, അല്ലെങ്കിൽ വയസ്സാം കാലത്തായിരിക്കും പുള്ളിയിലൂടെ നിൽക്കും, പുള്ളി നിന്നെ കൊണ്ടുപോകാൻ ചാൻസ് എന്നൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ചെറുതായിട്ട് വിഷമവും ചമ്മലൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒളിച്ചെന്ന് കേട്ടിട്ട് ശ്രുതി ഇവർ പുറത്തോട്ട് വരുമ്പോൾ മാറി അവിടെ ഫോണെ കുത്തുന്ന പോലെ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയാണ്, ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മീര പറയാം, പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ പൊക്കി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോൾ ശ്രുതിയോട് പറയാം, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ഓർത്ത് വന്നതാണ്, പിന്നെ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോയേക്കാം, എന്തായാലും ഫുഡും അക്കോമഡേഷനും അവർ മുടക്കുന്നു, പിന്നെ ട്രാവൽ ഇവളും എടുക്കുന്നു എന്നല്ലേ പറഞ്ഞേ, ഇനിയിപ്പോൾ ആ ആഗ്രഹമായിട്ട് നടക്കാതിരിക്കണ്ട, നിനക്ക് അങ്ങനെ ആഗ്രഹമുള്ളതല്ലേ പോയേക്കാന്ന് പറയണം കേട്ടോ. ആ സമയത്ത് മീര കയറി പോകുന്ന നേരത്ത് മീര പറയുവാണ്, എല്ലാം സ്പോൺസർഷിപ്പാണല്ലേ, ഒന്നും സ്വന്തമായിട്ട് ചെയ്യത്തില്ലല്ലേ എന്നിങ്ങനെ കളിയാക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശ്രുതിക്ക് നല്ലപോലെ നാണക്കേടാവുകയാണ് കേട്ടോ. പക്ഷെ പുള്ളി ഒന്നും മിണ്ടുന്നില്ല, കയ്യിൽ നിന്ന് കാശെടുത്ത് എന്തായാലും പോകാൻ ശ്രുതി ഉദ്ദേശിക്കാത്തടത്തോളം ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ നീണ്ടു നിൽക്കുക. പിന്നെ കാണിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രുതിയും കൂടെ ഓടിക്കളിക്കുവാണ് കേട്ടോ. ആ സമയത്താണ് ദേവു അങ്ങ് കയറി വരുന്നത്. ദേവുനോട്ട് ഇടിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് കണ്ണ് കാണാൻ പാടില്ലടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ദേവു ചോദിക്കുന്നുണ്ട്, ഞാൻ നോക്കിയാൽ വന്നേ, തനിക്ക് കണ്ണ് കാണാൻ പാടില്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയാണ്, വീട്ടിൽ വരുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചിട്ട് വരണം, അതേ മാനേഴ്സ് എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവ് പറയാം, അതിന് ഞാൻ അന്യൊന്നുമല്ലോ, എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ ഇവിടെ താമസിക്കുന്നത്, അപ്പോൾ എനിക്ക് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞ് നേരെ കയറി പോവാണ് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം നമ്മുടെ ദേവ് നടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, കുറച്ച് പൂ കൊണ്ടുവന്നാൽ ചേച്ചി ഞാൻ ഇതൊക്കെ ഒന്ന് കെട്ടിത്തരണം, ചേച്ചി കെട്ടുന്ന അത്രയും പെർഫെക്ഷൻ വരുമല്ലോ, ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് പോവാന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചായ എടുക്കാൻ മുള്ളത് കുടിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പറയും വേണ്ടാന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ദേവുന്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുകയാണ്, അയാളുടെ കൈക്ക് എന്ത് പറ്റിയേ, നിങ്ങൾ കയറി വന്ന് പിടിച്ചപ്പോൾ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ രേവതി പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറയും, ഒരു കണക്കിന് അന്ന് അയാളുമായിട്ടുള്ള കല്യാണമൊക്കെ മുടങ്ങിപ്പോയത് നന്നായി ചേച്ചി, അതുകൊണ്ടല്ലേ ചേച്ചിക്ക് സച്ചിയേട്ടനെ കിട്ടിയത്, അയാളെങ്ങാനും കല്യാണം കഴിക്കണം വന്നിരുന്ന ചേച്ചിയുടെ ജീവിതം പോയേനെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം രേവതിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ, സച്ചിനെ കിട്ടിയ കാര്യം പറയുമ്പോൾ ഒക്കെ. പക്ഷേ ഇതെല്ലാം മുകളിൽ നിന്ന് ചന്ദ്ര കേൾക്കുവാണ്. ചന്ദ്ര കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ദേവ് പറയുന്നുണ്ട്, അയാളുടെ 2 വിരലല്ലായിരുന്നു ഓടിക്കണ്ടേ, ആ 10 കൈയുടെ വിരലും ഓടിക്കണമായിരുന്നു, നിങ്ങളുടെ സഹതാപ കല്യാണം എന്ന് പറഞ്ഞ് കാശും തട്ടിച്ച് പോയിട്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുവാണ്. പക്ഷെ ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് കേട്ടോ. പുള്ളിക്കാരി എല്ലാ അമർഷവും കടിച്ചമർത്തി
അങ്ങനെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ ദേവ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോവാ, ലേറ്റായി, അമ്മ അവിടെ തന്നെയല്ലേ, പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ നിൽക്കുന്ന രേവതിയുടെ അടുത്ത് എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുക, ഓ ഒന്നും വിടാതെ എല്ലാം പൊലിപ്പിച്ച് നീ നിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല അമ്മ, നടന്ന കാര്യം അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പറയാം, നിനക്ക് എൻ്റെ മോൻ്റെ 10 വിരൽ ഓടിക്കണമല്ലേടി എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കുറ്റം പറയാൻ തുടങ്ങുവാണ് രേവതിനെ. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സംശയം രവിയേട്ടൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ മനഃപൂർവ്വം വന്ന് ചാടിയതാണോ എന്ന്. അല്ലെങ്കിൽ പുള്ളി നിൻ്റെ പേര് മാത്രം മരിക്കുമ്പോൾ പറയേണ്ട കാര്യം എന്താ, ഇങ്ങനൊരു വീട്ടിലോട്ട് നീ വന്ന് കയറാൻ വേണ്ടിയിട്ട് കാണിച്ച വിദ്യയായിരിക്കും എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാ, നിൻ്റെ അനിയത്തി ശ്രീകാന്തിനെ വീട്ടിലോട്ട് വിളിച്ച് വരുത്തി എന്തിനാ അടിയെന്ന് ചോദിക്കുവാണ് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത്. അപ്പോൾ രേവതി വരുന്നുണ്ട്, ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ്, അവിടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്തൊന്നും പറയരുതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്രമതി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത പറയുന്നതാണോ, ഈ വീട്ടിൽ എങ്ങനെയാണ് നീ കടന്നുകൂടിയത് നിനക്കറിയാമല്ലോ, നിൻ്റെ അച്ഛൻ മരിക്കാൻ നേരത്ത് നിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ സഹതാപത്തിന് പേരിൽ രവിയേട്ടനെ പറ്റി നേരത്തെ അറിയാമായിരിക്കും, അങ്ങനെ വന്ന് നീ ഇവിടെ കയറിപ്പറ്റി, ഇനി ശ്രീകാന്തിനെ വളച്ച് നിൻ്റെ അനിയത്തിക്കും കയറണമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുക. ആ സമയത്തൊക്കെ രേവതി പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ചന്ദ്രമതിക്ക് ദേഷ്യം അടക്കാൻ കഴിയാഞ്ഞിട്ട് ചന്ദ്രമതി പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് പറയുവാണ്, നിനക്കിവിടെ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോണം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഞാനെന്തിനാ ഇറങ്ങിപ്പോകുന്നത്, എൻ്റെ ഹസ്ബൻഡിനും കൂടെ വീടല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര കളിയാക്കുക, നിൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം കാണിച്ചതെന്താണെന്ന് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് നിൻ്റെ ഹസ്ബൻഡ് എപ്പം നിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള അഹങ്കാരമൊന്നും നീ പറയണ്ട എന്ന് പറയുമ്പോൾ രേവതിക്ക് ആകെ വിഷമമാവാണ് കേട്ടോ. അവൻ്റെ കഷ്ടകാലത്തിന് നീ വന്ന് തലയിൽ കയറിയപ്പം തൊട്ട് അവൻ ഓരോ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് പറയുകയാണ്, ഇനി എൻ്റെ ശ്രീകാന്തിൻ്റെ ജീവിതത്തോടെ തുലയ്ക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവനെ എന്തിനാടി അവിടെ വിളിച്ചു വരുത്തിയത് നിൻ്റെ അനിയത്തി, അവക്കിനി ഈ പൂക്കച്ചവടം അല്ലാതെ വേറെ വല്ല പരിപാടിയും ഉണ്ടോടി വീട്ടിൽ, നിൻ്റെ അമ്മ അറിഞ്ഞുകൊണ്ടാണോടി ആ പരിപാടിയെന്നൊക്കെ ചോദിക്കണം കേട്ടോ. അതൊക്കെ കേട്ട് രേവതിക്ക് ദേഷ്യം വന്ന് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.